ഈ ഒരൊറ്റ കാര്യം ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ PSCയിൽ മറ്റുള്ളവരെക്കാളും ഏറ്റവും മുന്നിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും 2026 ഒരു റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ടോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് പഠിക്കുന്നവരാണ് അല്ലേ? അങ്ങനെ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം. ഒന്നാമത് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും, അതെന്തായാലും ഉറപ്പാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി 2020-19 നമ്മൾ ഈ ഒരു ഹാജാസ് PSC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ അവസരത്തിൽ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്തു. രാവിലെ നമ്മൾ ഉറക്കം എണീറ്റിട്ടെ നമ്മളൊരു ചായ കുടിക്കില്ലടാ, ആ ചായ കുടിക്കുന്നത് പോലെ നമ്മൾ ഒരു പുസ്തകം വായിക്കുക. എല്ലാ ആൾക്കാരും വളരെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു പേജെങ്കിലും വായിക്കണമെന്നാണ്. അതേപോലെ നമ്മൾ PSCക്കകത്തൊരു സംഭവം കൊണ്ടുവന്നു, അതാണ് മോർണിംഗ് ടീ എന്ന് പറയുന്നത്. മോർണിംഗ് ടീ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് PSCക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണത്, മോർണിംഗ് ടീ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചാനലിൽ ആദ്യം 2019 മുതൽ ഏകദേശം ഒരു 50ഓളം വീഡിയോ ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ 2025 ആയപ്പോൾ വീണ്ടും 50ഓളം എപ്പിസോഡ്, അങ്ങനെ 100 ഭാഗങ്ങൾ ചെയ്തു. ഇതിനകത്ത് പരമാവധി റെപ്പിറ്റേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു PSC പരീക്ഷയിലെ ഒരു 100ൽ ഒരു 80 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 70 ക്വസ്റ്റ്യൻ GK ചോദിക്കുന്നതിന് ഒരു 30 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ 100 എഴുതാൻ പറ്റും അല്ലെങ്കിൽ 80 എഴുതാൻ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കിട്ടും. കാരണം ഇത് ഭയങ്കര സക്സസ് ആയൊരു സംഭവമാണ് ഈ മോർണിംഗ് ടീ എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഈ മോർണിംഗ് ടീ നിങ്ങൾ കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ഓരോ എപ്പിസോഡായിട്ട്, അതിപ്പോൾ നിങ്ങൾ 100 മുതൽ കാണുക, 100, 99, 98 അങ്ങനെ പുറകിലോട്ട് കണ്ട് നോട്ട് എഴുതിയെടുക്കുക. നോട്ട് എഴുതി തന്നെ എടുക്കണം, കാരണം 10 മിനിറ്റ് ഉള്ളൊരു വീഡിയോ അല്ലേ. ആ നോട്ട് എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതിനകത്ത് സ്ലൈഡിൽ തന്നെ കാണിക്കും. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണം വെച്ച് കാണുക ആദ്യം തുടക്കത്തിൽ, എന്നിട്ട് നിങ്ങൾ പുറകിലോട്ട് കാണുക. പിന്നീട് നിങ്ങൾ 2, 3 ഒക്കെ വെച്ച് കണ്ടോ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ആ ക്ലാസ് കണ്ടാൽ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ മൗലികാവകാശം അതിനകത്ത് വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ നദികൾ വന്നിട്ടുണ്ട്, ദേശീയോദ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് വരാനൊന്നുമില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കോർ ടോപ്പിക്കുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ മോർണിംഗ് ടീ ഒന്ന് കണ്ടുവരിക. പിന്നെ ഒരു കാര്യം, ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ ആ 100 എപ്പിസോഡിൽ നിർത്തിയത് ഉടനെ തന്നെ അടുത്ത ആഴ്ച തന്നെ നമ്മൾ 101ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കും. അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മോർണിംഗ് ടീ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം. എല്ലാ ദിവസവും വന്നില്ലെങ്കിലും ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും മോർണിംഗ് ടീ എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. പഴയ ക്ലാസ്സുകളിൽ തന്നെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കും കൂടെ ചേർത്ത്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പ് വരുന്നു, ഇപ്പോൾ നമ്മളൊരു PSC കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് എന്താ തരിക, ഒരു ജനറൽ എക്സാം നടത്തും. അന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുക? 0. അല്ലെങ്കിൽ എത്ര കിട്ടും? 1-2 മാർക്ക് കിട്ടും. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് പഠിച്ച് പിന്നെ പരീക്ഷ എഴുതിയാണ് നമ്മൾ 60-ഉം 70-ലോട്ടൊക്കെ വരുന്നത് അല്ലേ. എന്നാൽ ഈ ഒരു മോർണിംഗ് ടീ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് PSC പരീക്ഷയെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് തരും. നിങ്ങൾക്കൊരു PSC പരീക്ഷയിൽ എവിടെ പോയി എഴുതിയാലും നിങ്ങൾ വളരെ മോശമാണ് PSCയിൽ എന്ന് പറഞ്ഞാൽ അവർ മാറ്റി നിർത്താത്ത ഒരു മാർക്ക് കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് മോർണിംഗ് ടീ ഒന്ന് പഠിക്കുക. പിന്നെ സിലബസ് കവർ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. കുറേ എനിക്ക് സംസാരിക്കാനുണ്ട്. നമ്മൾ ഇന്നലൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മോർണിംഗ് ടീ ശീലമാക്കുക. മോർണിംഗ് ടീ എന്താണ്, നമുക്ക് ഒരു ദിവസത്തിൽ നമ്മൾ ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എന്ത് കിട്ടി ഇന്ന് എന്ത് പഠിച്ചു അല്ലെങ്കിൽ ഇന്ന് എന്ത് നേടി എന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു നേട്ടമുണ്ട്. അത് നമ്മുടെ മോർണിംഗ് ടീയിലൂടെ നമുക്ക് കിട്ടിയ അറിവാണ്. നമുക്ക് വീണ്ടും കാണാം.